ഗായ്സ് വെൽക്കം ടു മെഡ്ഹെഡപ്പ്. സോ നമ്മൾ നോക്കാൻ പോകുന്ന ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഇൻ ഹോസ്പിറ്റൽസ് ആണ്. ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. സോ ബേസിക്കലി നമുക്ക് എല്ലാവർക്കും അറിയാം, ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ മരുന്നുകൾ കൊടുക്കുക എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. ഒന്ന് ഇൻ പേഷ്യന്റിനും ഒന്ന് ഔട്ട് പേഷ്യന്റിനും. ഒരുപാട് സബ് കാറ്റഗറീസ് ഉണ്ട്. എന്നാൽ നമ്മൾ ബേസിക്കലി ഫോക്കസ് ചെയ്യുക ഇൻ പേഷ്യൻസിനും ഔട്ട് പേഷ്യൻസിനും. സോ ഔട്ട് പേഷ്യൻസിന് പറയുന്ന വേറൊരു പേരാണ് ആംബുലേറ്ററി എന്ന് പറയൂ കേട്ടോ. നടന്നു പോയി ട്രീറ്റ്മെന്റ് എടുക്കാൻ സാധിക്കുന്നവരെ. ഇൻ പേഷ്യൻസ് നടന്നു പോകാൻ പറ്റാത്തവരെ നോൺ ആംബുലേറ്ററി എന്നാണ് പറയുക. സോ ഒരുപാട് മെത്തേഡ് ഉണ്ട്. ട്രഡീഷണൽ മെത്തേഡ്, മോഡേൺ മെത്തേഡ് എന്ന് പറഞ്ഞ ഒരുപാട് മെത്തേഡുകൾ പല ടെക്സ്റ്റ് ബുക്കിലും പറയുന്നുണ്ട്. സോ ബേസിക്കലി നമ്മൾ ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ ക്ലാസിഫൈ ചെയ്യുമ്പോൾ ആംബുലേറ്ററി ആൻഡ് നോൺ ആംബുലേറ്ററി അല്ലെങ്കിൽ ഇൻ പേഷ്യന്റ് അല്ലെങ്കിൽ ഔട്ട് പേഷ്യന്റ് എന്നാണ് നമ്മൾ തിരിക്കുക. സോ ഡിസ്പെൻസേഷൻ ഓഫ് ഡ്രഗ് ടു ഇൻ പേഷ്യന്റ്. സോ നമ്മൾ ഇൻ പേഷ്യന്റ് ഡിസ്പെൻസേഷൻ ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കണം എന്നാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് അറിയേണ്ടത് എന്താണ് ഇൻ പേഷ്യന്റ് എന്നറിയണം. സോ ഇൻ പേഷ്യന്റ് ആർ ദോസ് ഹു ഗെറ്റ് ഹോസ്പിറ്റലൈസ്ഡ് ഫോർ ദ പേർപ്പസ് ഓഫ് ട്രീറ്റ്മെന്റ് ഓഫ് ഡിസീസ്, സർജറി ആൻഡ് റീഹാബ്. സോ ബേസിക്കലി റീഹാബ് ചെയ്യാനോ അല്ലെങ്കിൽ സർജറിയോ അല്ലെങ്കിൽ പെർട്ടിക്കുലർ ഡിസീസിന് ട്രീറ്റ്മെന്റ് എടുക്കുന്ന ആൾക്കാരാണ് ഇൻ പേഷ്യന്റ്, നോൺ ആംബുലേറ്ററി എന്ന് പറയാം അല്ലെ. സോ അവർക്ക് നമ്മൾ കൊടുക്കുന്ന അല്ലെങ്കിൽ അവർക്ക് നമ്മൾ ഇൻ പേഷ്യൻസിന് കൊടുക്കുന്ന ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റമാണ് ഫസ്റ്റ് വൺ ഈസ് ഇൻഡിവിജ്വൽ പ്രിസ്ക്രിപ്ഷൻ ഓർഡർ സിസ്റ്റം. സോ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ഇൻഡിവിജ്വൽ പ്രിസ്ക്രിപ്ഷൻ ഓർഡർ സിസ്റ്റം, കംപ്ലീറ്റ് ഫ്ലോ സ്റ്റോക്ക് സിസ്റ്റം അല്ലെങ്കിൽ ചാർജിങ് പോളിസി എന്നും പറയാറുണ്ട്. ആൻഡ് കോമ്പിനേഷൻ ഓഫ് എബോ, അതായത് 1+2 ഇൻഡിവിജ്വൽ പ്രിസ്ക്രിപ്ഷൻ ഓർഡർ സിസ്റ്റം പ്ലസ് കംപ്ലീറ്റ് ഫ്ലോ സ്റ്റോക്ക് സിസ്റ്റം ആൻഡ് യൂണിറ്റ് ഡോസ് ഡിസ്പെൻസേഷൻ മെത്തേഡ്. ഇത്രയുമാണ് ഉള്ളത്. ഏതൊക്കെയാണ്? ഇൻഡിവിജ്വൽ പ്രിസ്ക്രിപ്ഷൻ ഓർഡർ സിസ്റ്റം, കംപ്ലീറ്റ് ഫ്ലോ സ്റ്റോക്ക് സിസ്റ്റം അല്ലെങ്കിൽ ചാർജിങ് പോളിസി, കോമ്പിനേഷൻ ഓഫ് എബോ അതായത് ഇൻഡിവിജ്വൽ പ്രിസ്ക്രിപ്ഷൻ ഓർഡർ പ്ലസ് കംപ്ലീറ്റ് ഫ്ലോ സ്റ്റോക്ക് സിസ്റ്റം ആൻഡ് യൂണിറ്റ് ഡോസ് ഡിസ്പെൻസേഷൻ മെത്തേഡ്. ദ ഫസ്റ്റ് വൺ ഈസ് ഇൻഡിവിജ്വൽ പ്രിസ്ക്രിപ്ഷൻ ഓർഡർ സിസ്റ്റം ആണ്. സോ ബേസിക്കലി ഇൻഡിവിജ്വൽ പ്രിസ്ക്രിപ്ഷൻ ഓർഡർ സിസ്റ്റം ഫോളോ ചെയ്യുന്നത് കുഞ്ഞു ഹോസ്പിറ്റലോ അല്ലെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലോ ആയിരിക്കും ചെയ്യാം. സോ മാൻ പവർ ഭയങ്കര കുറവായിട്ടുള്ളതായിരിക്കും അല്ലെങ്കിൽ മാൻ പവർ ഭയങ്കര കുറവുള്ള ഹോസ്പിറ്റൽസ് ആയിരിക്കും ബേസിക്കലി ഇൻഡിവിജ്വൽ പ്രിസ്ക്രിപ്ഷൻ ഓർഡർ സിസ്റ്റം ചെയ്യുക. അതായത് ഇൻഡിവിജ്വലൈസേഷൻ ഉണ്ടായിരിക്കും. അതായത് ഓരോ ആൾക്കാർക്ക് ആവശ്യമുള്ള ഗുളികകൾ എത്തിക്കുക എന്നുള്ളതാണ് ബേസിക്കലി ചെയ്യുക. സോ അഡ്വാൻറ്റേജ് പറയുവാണെന്നുണ്ടെങ്കിൽ ഓൾ മെഡിക്കേഷൻ ഓർഡർ ആർ ഡയറക്ട്ലി റിവ്യൂഡ് ബൈ ഫാർമസിസ്റ്റ്. ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ ഇപ്പോൾ ഫാർമസിസ്റ്റിൻ്റെ അടുത്ത് പേഷ്യൻറ്റിൻ്റെ ബൈസ്റ്റാൻഡർ വരുന്നു, അവർക്ക് മരുന്ന് കയ്യിലെടുത്ത് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ പേഷ്യൻ്റ് എന്ത് ചെയ്യാൻ പറ്റും? ഡയറക്ട്ലി മരുന്നുകൾ ബൈസ്റ്റാൻഡർ വഴി ഫാർമസിസ്റ്റിലേക്ക് എത്തുന്നു. സോ ഫാർമസിസ്റ്റിനെ റിവ്യൂ ചെയ്യാൻ പറ്റും. ഈസിലി ഇൻട്രാക്ട് വിത്ത് ദ ഫാർമസിസ്റ്റ്, ഡോക്ടർ, നേഴ്സ് ആൻഡ് പേഷ്യൻ ഇൻ മെഡിക്കേഷൻ മാറ്റർ. സോ ബേസിക്കലി ഫാർമസിസ്റ്റിന് ഡയറക്റ്റ് കോൺടാക്ട് ഉള്ളതുകൊണ്ട് കൗൺസിലിംഗ് ഈസ് ഓൾസോ പോസിബിൾ. പക്ഷെ ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, പേഷ്യൻ്റെ ബൈസ്റ്റാൻഡർ വരിക, അവർ വന്ന് മെഡിസിൻ വാങ്ങുക, സോ ഡിലേ ഉണ്ടാവും അല്ലേ. അതുമാത്രമല്ല കോസ്റ്റ് ഇൻക്രീസ് ആകും. അതുമാത്രമല്ല നമുക്ക് ബിഗ് ഹോസ്പിറ്റൽ നമുക്ക് ഈ ഒരു രീതി പോസിബിൾ ആക്കാൻ പറ്റില്ല അല്ലെങ്കിൽ നമുക്ക് അവൈലാക്കാൻ പറ്റില്ല. പിന്നെ അതുമാത്രമല്ല ഫാർമസിസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മരുന്ന് ഡിസ്പെൻസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുന്നതും ഒരു ഡിസഡ്വാൻറ്റേജ് തന്നെയാണ്. സോ ബേസിക്കലി നിങ്ങൾ ആലോചിക്കേണ്ടത് ഇപ്പോൾ കോസ്റ്റ് എങ്ങനെയാണ് കൂടുക നിങ്ങൾ ആലോചിക്കും. നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു ഫാർമസിയിൽ പല ബ്രാൻഡുകൾ ഉണ്ടായിരിക്കും. സോ നമുക്ക് ഏത് ഡ്രഗ് വേണമെങ്കിലും പേഷ്യൻറ്റ് ഓപ്റ്റ് ചെയ്യാനുള്ളൊരു ചാൻസ് ഉണ്ട്. സോ ബേസിക്കലി ബ്രാൻഡഡ് ഡ്രഗ് ആണെങ്കിൽ അവർക്ക് ഓട്ടോമാറ്റിക്കലി കോസ്റ്റ് കൂടും. സോ അത് മാത്രമല്ല അവിടെ ഫാർമസിസ്റ്റ് അത്യാവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ മാൻ പവർ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നമുക്ക് ചിന്തിക്കുമ്പോൾ കുറച്ച് കോസ്റ്റ് ആകും എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ. സോ നെക്സ്റ്റ് ഇസ് കംപ്ലീറ്റ് ഫ്ലോ സ്റ്റോക്ക് സിസ്റ്റം അല്ലെങ്കിൽ ചാർജിങ് പോളിസി ആണ്. സോ ഈ സിസ്റ്റത്തിൽ ഫാർമസി ആൻഡ് നേഴ്സ് ആർ റെസ്പോൺസിബിൾ ഫോർ ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ. രണ്ട് പേരാണ് ഫാർമസിയിലെ ഫാർമസിസ്റ്റും ആൻഡ് നേഴ്സും റെസ്പോൺസിബിൾ ആവുകയാണ് ചെയ്യുക. അക്കോർഡിംഗ് ടു ദിസ് സിസ്റ്റം ദ ഡ്രഗ് ആർ സ്റ്റോർഡ് അറ്റ് ദ നഴ്സിംഗ് സ്റ്റേഷൻ അഡ്മിനിസ്ട്രേഡ് ബൈ നഴ്സിംഗ് അക്കോർഡിംഗ് ടു ഓർഡർ ഓഫ് ഫിസിഷ്യൻ. സോ ബേസിക്കലി അവർ മെയിൻ ഫാർമസിയിൽ നിന്ന് ഫാർമസിസ്റ്റിന്റെ കയ്യിൽ നിന്ന് കുറച്ച് ഡ്രഗ്സുകൾ വാങ്ങി അവരുടെ സ്റ്റേഷനിൽ വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പം നമ്മുടെ ഡോക്ടർ പറയുന്നതനുസരിച്ച് മരുന്നുകൾ ആര് കൊടുക്കും? നേഴ്സ് കൊടുക്കുകയാണ് ചെയ്യുക. സോ ഇത് തന്നെ രണ്ടിടത്തിരിക്കുന്നുണ്ട്. ചാർജ് ഫ്ലോർ സ്റ്റോക്ക് സിസ്റ്റം അല്ലെങ്കിൽ ഡ്രഗ് സിസ്റ്റം അല്ലെങ്കിൽ നോൺ ചാർജ് ഫ്ലോർ സ്റ്റോക്ക് സിസ്റ്റം ആയിട്ട് തിരിക്കുന്നുണ്ട്. സോ ചാർജ് ഫ്ലോർ സ്റ്റോക്ക് സിസ്റ്റം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം ചാർജ് ചെയ്യുന്നുണ്ടായിരിക്കും കേട്ടോ. ഓരോ സിംഗിൾ ഡോസ് അഡ്മിനിസ്ട്രേഷനും ചാർജ് ചെയ്യുന്നുണ്ടാകും, പൈസ വാങ്ങുന്നുണ്ടാകും.
സോ ഇനി എങ്ങനെയാണ് ഡ്രഗ് നമ്മൾ സെലക്ട് ചെയ്യുക? സോ നമ്മൾ ഡ്രഗ് ഏത് ഡ്രഗ് ആയിരിക്കണം നമ്മൾ നഴ്സിംഗ് സ്റ്റേഷനിൽ വെക്കണമെന്ന് തീരുമാനിക്കുന്നത് ഫാർമസിയും തെറാപ്യൂട്ടിക് കമ്മിറ്റിയും ആയിരിക്കും തീരുമാനിക്കുക കേട്ടോ. ബേസിക്കലി ആൻറ്റിബയോട്ടിക്, ആൻറ്റി ഹൈപ്പർടെൻസീവ് ഡ്രഗ്, ആൻറ്റി കൊയാഗുലൻ, ആൻറ്റി എപ്പിലെപ്റ്റിക്, ആൻറ്റി ഡിപ്രസൻ ഡ്രഗ്. സോ ഇങ്ങനെ ഡ്രഗ് ഏതായിരിക്കണം വെക്കേണ്ടത്? എമർജൻസി ഡ്രഗ് ഒക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫാർമസ്യൂട്ടിക് തെറാപ്യൂട്ടിക് കമ്മിറ്റി അല്ലെങ്കിൽ PTC, ഫാർമസ്യൂട്ടിക്കൽ തെറാപ്യൂട്ടിക് കമ്മിറ്റിയിൽ എന്തൊക്കെ ഡ്രഗുകൾ വെക്കണം നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് അല്ലേ. സോ ബേസിക്കലി അത് തന്നെയാണ് അവർ ഇവിടെയും തീരുമാനിക്കുന്നത്, ഏതൊക്കെ ഡ്രഗ് വെച്ചിരിക്കണം എന്ന് തീരുമാനിക്കാം. ഇനി മെത്തേഡ് ഓഫ് ഡിസ്പെൻസിങ് ചാർജ് ഫ്ലോ സ്റ്റോക്ക് സിസ്റ്റം. സോ നമ്മൾ ഈ ചാർജ് ചെയ്യുന്ന ഫ്ലോ സ്റ്റോക്ക് സിസ്റ്റം നമുക്ക് നമ്മൾ ചെയ്യുന്ന രീതി അല്ലെങ്കിൽ മെത്തേഡ് ഓഫ് ഡിസ്പെൻസേഷൻ ഏത് രീതിയിലായിരിക്കണം? ദ ഫേസ്റ്റ് വൺ ഈസ് എൻവലപ്പ് മെത്തേഡ്. ഇത് എല്ലാ ആൾക്കാർക്കും അറിയാം, എൻവലപ്പ് മെത്തേഡ് ഏകദേശം അറിയാം. സോ ഫാർമസിസ്റ്റ് ഫിൽ എ പ്രീ ലേബിൾഡ് എൻവലപ്പ് വിത്ത് നീഡ് ഡ്രഗ് ആൻഡ് ഗീവൺ ടു നഴ്സിംഗ് വാർഡ്. അത് ഫാർമസിസ്റ്റ് ഓൾറെഡി പുറത്തൊക്കെ എഴുതി ലേബിൾ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നഴ്സിംഗ് സ്റ്റേഷനിലേക്ക് കൊടുക്കുക ചെയ്യാം. ദ നഴ്സ് ആഫ്റ്റർ റിസീവിംഗ് ദ എൻവലപ്പ് റൈറ്റ് ദ നെയിം ആൻഡ് റൂം number of patient on the envelope and put it on her out basket and send to pharmacy for costing and forwarding the bill session for accounting officer. So basically ഇവിടെ എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ ഫാർമസിസ്റ്റ് പ്രീഫില്ല് ചെയ്ത് ആ എൻവലപ്പിന്റെ പുറത്ത് എഴുതി കൊടുക്കും. അത് എപ്പോഴാണോ പേഷ്യന്റ് ഉപയോഗിക്കുക, ഒരു പേഷ്യന്റ് ബാസ്ക്കറ്റ് ഉണ്ടായിരിക്കും. സോ എപ്പോഴാണോ പേഷ്യന്റ് ഉപയോഗിക്കുക ആ സമയം എന്ത് ചെയ്യും, അതനുസരിച്ചുള്ള രൂപ എത്രയാണെന്നുള്ളത് ഫാർമസിയിലേക്കും പിന്നെ അക്കൗണ്ടിങ് ഓഫീസറിന്റെ അക്കൗണ്ടബിലിറ്റിയിലേക്ക്, അതായത് നമുക്ക് എത്ര ഉപയോഗിച്ചു, എത്ര രൂപയായി എന്നുള്ള രീതിയിൽ അവരാണ് തീരുമാനിച്ച് ലാസ്റ്റ് എമൗണ്ട് കൊടുക്കുന്നത് കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഈസ് നോൺ ചാർജ്ഡ് ഫ്ലോ സ്റ്റോക്ക് സിസ്റ്റം ആണ്. സോ ഇവിടെ ബേസിക്കലി അവരെന്ത് ചെയ്യില്ല, ചാർജ് ചെയ്യില്ല കേട്ടോ, അതാണ് ഉദ്ദേശിക്കുന്നത്. സോ ഇവിടെ മെത്തേഡ് ഓഫ് ഡിസ്പെൻസേഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ ഈസ് ഡ്രഗ് ബാസ്ക്കറ്റ് മെത്തേഡ് ആണ്. സോ ദിസ് മെത്തേഡ് ഈസ് അഡാപ്റ്റ് where nurse verify the availability of medicine in all rooms and well as in the refrigerator and accordingly prepare a master list to the pharmacy. Nurse will demand for the delivery of the drug at the floor. When there is an empty container, the nurse take it in the drug basket. On the procedure is complete, the drug basket contain empty container and demand for flow stock supply sent to pharmacy. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു ഈ ഡ്രഗ് ഡിസ്പെൻസ് ചെയ്യുമ്പോൾ നോൺ ചാർജ്ഡ് ബേസിലാണ് ചെയ്യുക. സോ ഡ്രഗ് ബാസ്ക്കറ്റ് മെത്തേഡ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നേഴ്സ് അവിടെ പോയിട്ട് ഏത് ഡ്രഗാണോ ഫില്ല് ചെയ്യേണ്ടത് അതനുസരിച്ചിട്ട് അവർ ഡേറ്റാസ് കളക്ട് ചെയ്യുന്നു. അപ്പം അതായത് റെഫ്രിജറേറ്റർ നോക്കുന്നു, അല്ലെങ്കിൽ മെഡിസിൻ റൂമിലൊക്കെ നോക്കിയിട്ട് ഏതൊക്കെ ഡ്രഗുകളാണ് നമുക്ക് ഇനി അവൈലബിൾ ആവേണ്ടത്, അല്ലെങ്കിൽ ഏതൊക്കെ ഡ്രഗ് നമുക്ക് ഫില്ല് ചെയ്യണം എന്ന് നോക്കിയിട്ട് അതനുസരിച്ച് അവിടെ അവർ ഫില്ല് ചെയ്യുകയാണ് ചെയ്യുക. ആൻഡ് ദ ഓർഡർ വിൽ ബി സെൻഡിങ് ടു ദ ഫാർമസി. ഓക്കെ അല്ലേ. സോ നെക്സ്റ്റ് ഇസ് മൊബൈൽ ഡിസ്പെൻസറി യൂണിറ്റ് ആണ്. സോ ഇത് ഒരു ട്രോളിയാണ്, നമുക്ക് എല്ലാവരും കണ്ടിട്ടുണ്ട് ട്രോളി ഉണ്ടാവും, അതിനകത്ത് മെഡിസിൻസ് നമുക്ക് വെച്ചിട്ടുണ്ടായിരിക്കും പേഷ്യന്റിന് കൊടുക്കേണ്ടത്. അതനുസരിച്ച് നമ്മൾ മൂവ് ചെയ്ത് അവർ കൊടുക്കുന്നു എന്നുള്ളതാണ് കേട്ടോ. സോ നെക്സ്റ്റ് ഇസ് അഡ്വാൻറ്റേജ് ഓഫ് കംപ്ലീറ്റ് ഫ്ലോ സ്റ്റോക്ക് സിസ്റ്റം ആണ്. സോ എന്താണ് കംപ്ലീറ്റ് ഫ്ലോ സ്റ്റോക്ക് സിസ്റ്റം അഡ്വാൻറ്റേജ്? ഒന്ന് റെഡിലി അവൈലബിൾ ആക്കുക, അല്ലെങ്കിൽ കാര്യം പേഷ്യന്റ് വലിയ ടൈം ഒന്നും എടുക്കില്ല, അവർക്ക് അവൈലബിൾ ആക്കുന്നുണ്ട്. മിനിമം റിട്ടേൺ ഓഫ് ഡ്രഗ് ടു ഫാർമസി, നമുക്ക് എല്ലാവർക്കും അറിയാം പകുതി പൊട്ടിച്ച് കൊണ്ടുകൊടുക്കുക, അല്ലെങ്കിൽ ഇത്രയും ഗുളിക വേണ്ട എന്ന് പറയുക, നമുക്ക് ആവശ്യത്തിന് മാത്രമാണ് ഡ്രഗ് അവിടെ എത്തിക്കുന്നത്. റെഡ്യൂസ് ഇൻ നമ്പർ ഓഫ് ഫാർമസി പേഴ്സണൽ റിക്വയർഡ്. കാര്യം എന്ന് വെച്ചാൽ പേഷ്യന്റ് ഡയറക്ട്ലി മരുന്ന് കിട്ടുന്നത് കൊണ്ട് തന്നെ ഒരുപാട് ഫാർമസികളുടെ ആവശ്യമില്ല. നെക്സ്റ്റ് വൺ ഈസ് ഡിസഡ്വാൻറ്റേജ് ഓഫ് കംപ്ലീറ്റ് ഫ്ലോ സ്റ്റോക്ക് സിസ്റ്റം ആണ്. നമ്മൾ പറഞ്ഞതുപോലെ എറർ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. പ്രോപ്പർ സ്റ്റോറേജ് വരണം എന്നില്ല, ഇൻവെന്ററി മര്യാദയ്ക്ക് മാനേജ് ചെയ്യണം എന്നില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം ഫാർമസിയിൽ നമ്മൾ അടിപൊളിയായിട്ട് ഇൻവെന്ററി മാനേജ് ചെയ്യും. സോ നഴ്സുമാർ വരുന്നു കൊണ്ടുപോകുന്നു, അപ്പോൾ നമുക്കൊരു പ്രോപ്പർ ഇൻവെന്ററി മാനേജ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ആൻഡ് ലാക്ക് ഓഫ് പ്രോപ്പർ ഓഫ് സ്റ്റോറേജ് നമുക്ക് പോസിബിൾ അല്ല. സോ നെക്സ്റ്റ് വൺ ഈസ് കോമ്പിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ പ്രിസ്ക്രിപ്ഷൻ ഓർഡർ സിസ്റ്റം ആൻഡ് കംപ്ലീറ്റ് ഫ്ലോ സ്റ്റോക്ക് സിസ്റ്റം ആണ്. സോ കോമ്പിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ പ്രിസ്ക്രിപ്ഷൻ ഓർഡർ ആൻഡ് കംപ്ലീറ്റ് ഫ്ലോ സ്റ്റോക്ക് സിസ്റ്റം ഒരു മോഡേൺ കൈൻഡ് ഓഫ് തിങ് ആണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സോ വേ പേഷ്യന്റ് ഹാവ് ടു പേ ഫോർ ദിയർ ഹോസ്പിറ്റലൈസേഷൻ. സോ ബേസിക്കലി നമുക്കറിയാം ഇവിടെ പ്രൈമറി ആയിട്ട് ഉദ്ദേശിക്കുന്നത് ഡിസ്പെൻസിങ് ദ ഡ്രഗ് അക്കോർഡിംഗ് ടു ഇൻഡിവിജ്വൽ പ്രിസ്ക്രിപ്ഷൻ ഓർഡർ സിസ്റ്റം. സോ അവർക്ക് ആവശ്യമുള്ള ഗുളികകൾ അല്ലെങ്കിൽ അവർക്ക് ആവശ്യമുള്ള മെഡിക്കേഷൻ അനുസരിച്ച് അവർക്ക് പേ ചെയ്താൽ മാത്രം മതിയായിരിക്കും. ഇതൊരു മോഡിഫൈഡ് തിങ് ആണ്. സോ ബേസിക്കലി കോമ്പിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ പ്രിസ്ക്രിപ്ഷൻ ഓർഡർ ആൻഡ് കംപ്ലീറ്റ് ഫ്ലോ സ്റ്റോക്സിൽ ഒരു കാര്യം കൂടെ എക്സ്ട്രാ പോയിന്റ് നമുക്ക് വേണമെങ്കിൽ പറയാം. ലാസ്റ്റ് അവരുടെ ബില്ല് ഒരുമിച്ച് പേ ചെയ്താൽ മതി എന്നും പറയുന്നുണ്ട് കേട്ടോ, ചില ടെക്സ്റ്റ് ബുക്കുകൾ പറയുന്നുണ്ട്. സോ ബേസിക്കലി രണ്ടിൻ്റെയും കോമ്പിനേഷൻ മെത്തഡ് ആണെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. സോ നെക്സ്റ്റ് വൺ ഇസ് യൂണിറ്റ് ഡോസസ് സിസ്റ്റം ആണ്.
ആണ്. സോ പേര് പറയുന്നത് പോലെ ഓരോ യൂണിറ്റ് ആയിട്ട് കൊടുക്കുന്നു. ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ പാരസ്റ്റമോൾ ഗുളിക 1 അല്ലെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ആൻറ്റിബയോട്ടിക് 7 ദിവസത്തേക്ക് എഴുതുന്നു, അല്ലെങ്കിൽ 5 ദിവസത്തേക്ക് എഴുതുന്നു, അല്ലെങ്കിൽ 3 ദിവസത്തേക്ക് എഴുതുന്നെങ്കിൽ അതനുസരിച്ച് യൂണിറ്റ് ഡോസ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നു എന്നുള്ളതാണ്. പ്രീ ഡിറ്റർമൈൻ എമൗണ്ട് ഓഫ് ഡ്രഗ് ആൻഡ് ഡോസ് ആണ് കൊടുക്കുക കേട്ടോ. ഒന്നെങ്കിൽ സിംഗിൾ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ യൂണിറ്റ്സ് ആയിട്ട് കൊടുക്കുക. സോ അഡ്വാൻറ്റേജ് വെച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം, ഒന്ന് പേഷ്യന്റിന് ആവശ്യമുള്ള ഗുളികൾ മാത്രമാണ് അവർക്ക് എത്തുക, അതുകൊണ്ട് തന്നെ ബെറ്റർ ഹെൽത്ത് നമുക്ക് അഷ്യൂർ ചെയ്യാൻ പറ്റും. നേഴ്സിന് എന്താണ് മോർ ടൈം കിട്ടും അല്ലേ, അതായത് നമുക്ക് ഫാർമസിസ്റ്റ് പ്രിപ്പയർ ചെയ്ത് അവിടെ നേഴ്സിന്റെ കയ്യിൽ കിട്ടുകയാണ് ചെയ്യുക, യൂണിറ്റ് ഡോസിലായിട്ട് കിട്ടുക. സോ നേഴ്സിന് ടൈം കിട്ടും. ഇനി മെഡിക്കേഷൻ വളരെ കുറവാണ്. ഇനി അത് മാത്രമല്ല, യൂട്ടിലൈസേഷൻ എന്ന് പറയുന്നത് നമുക്ക് കൂടുതലും പ്രൊഫഷണലി ആക്കാൻ പറ്റും. ഇപ്പൊ നോൺ പ്രൊഫഷണൽ പേഴ്സൺസിന് അത് ഉപയോഗിക്കാൻ പറ്റില്ല. കാര്യം പ്യുവർലി നേഴ്സ് ഫാർമസിസ്റ്റ് വഴിയാണ് ഡ്രഗ് എത്തുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു പ്രോപ്പർ പ്രൊഫഷണൽ വേയിൽ നമുക്ക് യൂട്ടിലൈസേഷൻ നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റും. ലോസ് നമുക്ക് അങ്ങനെ അധികം ഉണ്ടാവില്ല. കാര്യം ഉപയോഗത്തിനനുസരിച്ച് മാത്രമേ ഡ്രഗ് എത്തുള്ളൂ. ആൻഡ് പ്രിസർവ് സ്പേസ് ഇൻ നഴ്സിംഗ് യൂണിറ്റ്. സോ ബൾക്കായിട്ട് കൊണ്ടുവന്ന് ഡംപ് ചെയ്യേണ്ട ആവശ്യമില്ല, ആവശ്യത്തിന് മാത്രം എടുത്താൽ മാത്രം മതിയായിരിക്കും. സോ ഇത്രയും ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറഞ്ഞുതരാം ഒന്നും കൂടെ. സോ ബേസിക്കലി നമ്മൾ എന്താ പറഞ്ഞത്, ഫസ്റ്റ് ഓഫ് ഓൾ ഇൻ പേഷ്യന്റ് ഔട്ട് പേഷ്യന്റ് പറഞ്ഞു. സോ ഇൻ പേഷ്യന്റ് കാര്യമാണ് പറഞ്ഞത് ഇൻഡിവിജ്വൽ പ്രിസ്ക്രിപ്ഷൻ ഓർഡർ സിസ്റ്റം. നമ്മൾ എന്താ പറഞ്ഞത്, ഇൻഡിവിജ്വൽ ആയിട്ട് നമുക്ക് പ്രിസ്ക്രിപ്ഷൻ ഫാർമസിന്റെ അടുത്ത് എത്തുന്നു, അതനുസരിച്ച് ഡ്രഗ് വാങ്ങുന്നു. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് കംപ്ലീറ്റ് ഫ്ലോ സ്റ്റോക്ക് സിസ്റ്റം ആണ്. ചാർജിങ് പോളിസി ആണ്. അവിടെ ചാർജ്ഡും ഉണ്ട് നോൺ ചാർജ്ഡും ഉണ്ട്. സോ ചാർജ്ഡ് ആണെങ്കിൽ എത്രയാണോ അവർ ഉപയോഗിക്കുന്നത് അനുസരിച്ച് ചാർജ് ചെയ്യുക. നോൺ ചാർജ് അങ്ങനെ ആയിരിക്കില്ല. സോ നഴ്സ് എന്ത് ചെയ്യുന്നു, അത്യാവശ്യം കളക്ട് ചെയ്ത് അവർ വെക്കുന്നു. അവർക്ക് ഏതൊക്കെയാണ് ഡ്രഗ് റീഫിൽ ഉള്ളത് റീഫിൽ ചെയ്യുന്നു. നോൺ ചാർജ് നോർമലി കൂടുതലും ഗവൺമെന്റ് ഹോസ്പിറ്റൽസിലാണ് നമ്മൾ കൂടുതലും കാണുക. പിന്നെ ചില ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട് ഈ ഒരു എമൗണ്ട് അവരുടെ റൂം റെന്റിലൊക്കെ എടുക്കാറുണ്ട്, അല്ലെങ്കിൽ റൂം റെന്റിൽ അവസാനം കൂട്ടി വരാറുണ്ടെന്നും പറയുന്നുണ്ട്. കോമ്പിനേഷൻ രണ്ടും കൂടെ ഒരുമിച്ചാണ് വരുന്നത്. ഇൻഡിവിജ്വലും കംപ്ലീറ്റ് ഫ്ലോ സ്റ്റോക്ക് സിസ്റ്റം ആണ് വരുന്നത്. നെക്സ്റ്റ് വൺ ഈസ് യൂണിറ്റ് ഡോസ് ഡിസ്പെൻസിങ് മെത്തേഡ് ആണ്. അവർക്ക് ആവശ്യമുള്ളത് മാത്രം ഫാർമസിയിലെ ഫാർമസിസ്റ്റ് പ്രിപ്പയർ ചെയ്ത് നേഴ്സിന്റെ കയ്യിൽ എത്തിക്കുന്നു. നേഴ്സ് എന്ത് ചെയ്യുന്നു, അതവിടെ എത്തിക്കുന്നു എന്നുള്ളൊരു പരിപാടിയാണ് ഇതിനകത്ത് മൂന്നിനകത്തും വരുന്നത്. സിമ്പിൾ അല്ലേ, ഭയങ്കര സിമ്പിൾ ആണ് അല്ലേ. സോ നെക്സ്റ്റ് ഇസ് ഡിസ്പെൻസിങ് പ്രൊക്വർ ഇൻ യൂണിറ്റ് ഡോസ് സിസ്റ്റം. യൂണിറ്റ് ഡോസ് സിസ്റ്റത്തിൽ എങ്ങനെയാണ് കൊടുക്കുന്നതാണ്. സോ രണ്ട് രീതി നമുക്ക് കൊടുക്കാം. സെൻട്രലൈസ്ഡ് യൂണിറ്റ് ഡോസ് സിസ്റ്റം ഉണ്ട്, ഡീസെൻട്രലൈസ്ഡ് യൂണിറ്റ് ഡോസ് സിസ്റ്റം ഉണ്ട്. CUDDSഉം DCUDDSഉം. ഓക്കെ, രണ്ട് തരത്തിലാണ് നമുക്ക് വരുന്നത്. സെൻട്രലൈസ്ഡ് യൂണിറ്റ് ഡോസ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ ദി സിസ്റ്റം ഓൾ ദ ഡ്രഗ്സ് ആർ സ്റ്റോർഡ് ഇൻ സെൻട്രൽ ഏരിയ ഓഫ് ഫാർമസി ആൻഡ് ദ ഡ്രഗ് ആർ ഡിസ്പെൻസ്ഡ് ടു ഇൻ പേഷ്യന്റ് ഇൻ യൂണിറ്റ് ഡോസ്. നമുക്കൊരു സെൻട്രൽ ഫാർമസി ഉണ്ടാവും, അവിടെ നിന്ന് യൂണിറ്റ് ഡോസിലെ ഡ്രഗ് നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുക. To operate the delivery system efficiently, various medication carts are used to transport unit dose to the patient and to forward a copy of physician original medication order to the pharmacy for the direct explanation filling. So basically ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മെയിൻ ഫാർമസി ഉണ്ടാകും, അവിടെ നിന്ന് ഡ്രഗ് പോകുന്നു, അവർ ഉപയോഗിക്കുന്ന അനുസരിച്ച് അതിൻ്റെ ഒരു കോപ്പി ആർക്ക് പോകുന്നു, ഫിസീഷ്യനും പോവുകയാണ് നോർമലി ചെയ്യുക. ഡീസെൻട്രലൈസ്ഡ് വെച്ചാൽ എങ്ങനെയായിരിക്കും, ഇത് സ്മോൾ സാറ്റലൈറ്റ് ഫാർമസികൾ ഉണ്ടായിരിക്കും, കുഞ്ഞു കുഞ്ഞു ഫാർമസികൾ അവിടെ ഇവിടെ ഉണ്ടായിരിക്കും, അവിടെ നിന്നായിരിക്കും ഡ്രഗ് പോവുക കേട്ടോ. സോ ഈ സാറ്റലൈറ്റ് ഫാർമസിക്ക് ഡ്രഗ് എവിടെ നിന്നാണ് കിട്ടുക, ഒരു മെയിൻ ഫാർമസി ഉണ്ടാവും, അവിടെ നിന്നായിരിക്കും പോവുക. സോ പ്രൊക്യൂർമെന്റ്, മാനുഫാക്ചറിങ്, സ്റ്റോറേജ്, പാക്കിംഗ് എല്ലാം വരുന്നത് എന്താണ്, കോർ ഫാർമസി എന്നായിരിക്കും. അവിടെ നിന്ന് സാറ്റലൈറ്റ് ഫാർമസിയിലേക്ക് വരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സോ ബേസിക്കലി കുഞ്ഞു കാർട്ടുകളൊക്കെ ഉണ്ട്, മെഡിക്കേഷൻ കാർട്ട് ഉണ്ടായിരിക്കും, അതൊരു സെപ്പറേറ്റ് ബിൽഡിങ്ങും ആയിരിക്കും കേട്ടോ. ഈ ഒരു സെൻട്രലൈസ്ഡ് ഫാർമസി സെപ്പറേറ്റ് ബിൽഡിംഗ് ആയിരിക്കും. ഈ സാറ്റലൈറ്റ് ഫാർമസി ഈ ഹോസ്പിറ്റലിന്റെ ഭാഗങ്ങളിൽ ഉണ്ടായിരിക്കും. അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു, സാറ്റലൈറ്റ് ഫാർമസിയിലേക്ക് ഡ്രഗുകൾ എത്തുന്നു എന്നുള്ളതാണ്. ദ ഡെലിവറി പ്രോസസ് ഓഫ് ദിസ് സിസ്റ്റം ഈസ് അക്കോംപ്ലിഷ്ഡ് ബൈ ദ യൂസ് ഓഫ് മെഡിക്കേഷൻ കാർഡ്സ്. മെഡിക്കേഷൻ കാർഡ്സുകൾ വെക്കാറുണ്ട്. ആൻഡ് സച്ച് ടൈപ്പ് ഓഫ് സിസ്റ്റം ക്യാൻ ബി യൂസ്ഡ് ഫോർ എ ഹോസ്പിറ്റൽ വിത്ത് എ സെപ്പറേറ്റ് ബിൽഡിംഗ്. സോ ബേസിക്കലി നമുക്കറിയാം ഓരോരുത്തർക്കും ഓരോ ഡിപ്പാർട്ട്മെന്റുകളായിരിക്കും ഉണ്ടായിരിക്കുക. സോ ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്ക് നമുക്ക് ഡ്രഗ്സ് എത്തിക്കണമെങ്കിൽ സാറ്റലൈറ്റ് ഫാർമസി ഒരുപാട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. മെഡിക്കൽ കോളേജിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഓരോരുത്തരടുത്ത് കുഞ്ഞു കുഞ്ഞു ഫാർമസികൾ ഉണ്ടായിരിക്കും, അവിടെ നിങ്ങൾ ഡ്രഗുകൾ വാങ്ങാൻ പോവുക അല്ലേ. സോ ബേസിക്കലി സെൻട്രലൈസ്ഡ് ഫാർമസി ഒരു സെപ്പറേറ്റ് ബിൽഡിംഗ് ആയിരിക്കാം, ഇല്ലെങ്കിൽ ഇതിന്റെ ഇൻബിൽട്ട് കോർ ബിൽഡിങ്ങിനകത്ത് തന്നെ ഉണ്ടായിരിക്കാം. അത് ഡിപ്പെൻസ് ചെയ്യും. ചില ഹോസ്പിറ്റൽ സെപ്പറേറ്റ് ആയിരിക്കും, ചില ഹോസ്പിറ്റലിൽ ബിൽഡിംഗ് തന്നെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. സോ സെൻട്രലൈസ്ഡും ഉണ്ട്, ഡീസെൻട്രലൈസ്ഡും ഉണ്ട്, അത് മറന്നു പോകരുത്. ഡീസെൻട്രലൈസ്ഡ് ആണെങ്കിൽ സാറ്റലൈറ്റ് ഫാർമസി യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളത് മാത്രം മനസ്സിലാക്കി വെക്കാം.
സോ നെക്സ്റ്റ് ഇസ് ഡിസ്പെൻസിങ് ഡ്രഗ് ടു ഔട്ട് പേഷ്യൻ അല്ലെങ്കിൽ ആംബുലേറ്ററി പേഷ്യൻസിൽ എങ്ങനെയാണ് ചെയ്യുക. നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ നടന്നു വരാൻ പറ്റുന്ന ആൾക്കാർക്കാണ് അല്ലേ. സോ ആംബുലേറ്ററി സർവീസ് വീണ്ടും സബ് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് എമർജൻസി ഔട്ട് പേഷ്യൻറ്റ്. ഇവിടെ 24 hours സർവീസ് കൊടുക്കുന്നുണ്ടായിരിക്കും. സോ നെക്സ്റ്റ് ഇസ് റെഫേർഡ് ഔട്ട് പേഷ്യൻ്റ് ആണ്. പുറത്തുനിന്ന് വരുന്ന പേഷ്യൻസുകൾ അല്ലെങ്കിൽ അതർ ഡിപ്പാർട്ട്മെൻറ്റ്സിൽ നിന്ന് വരുന്ന പേഷ്യൻസിനൊക്കെ നമുക്ക് കൊടുക്കുന്നതിന് റെഫേർഡ് ഔട്ട് പേഷ്യൻറ്റ്. നെക്സ്റ്റ് സ്പെഷ്യൽ ഔട്ട് പേഷ്യൻ്റ് ആണ്. എല്ലാ ഡ്രഗ്സും കിട്ടില്ല, ചില ഡ്രഗ്സുകൾ മാത്രമേ അവിടെ കിട്ടുള്ളൂ. After completion of a general checkup, patient are asked to for accurate diagnosis by clinical, pathological, radiological examination. After receiving a test report of examination, medication is given to him. So special outpatient എന്ന് വെച്ചാൽ ഇപ്പോൾ എക്സാമ്പിൾ ചില ആൾക്കാരൊക്കെ മന്ത്ലി ചെക്കപ്പ്, വീക്ക്ലി ചെക്കപ്പ് ഒക്കെ ചെയ്യാറുണ്ട്. ഇവർ ചെക്കപ്പ് ചെയ്തതിന് ശേഷം ഇവർക്ക് എക്സാമിനേഷനൊക്കെ ചെയ്തതിന് ശേഷം അവർക്ക് ഡ്രഗ് കൊടുക്കുകയാണ് സ്പെഷ്യൽ ഔട്ട് പേഷ്യൻറ്റ് കെയറിൽ നടക്കുന്നത് കേട്ടോ. സോ നെക്സ്റ്റ് ജനറൽ ഔട്ട് പേഷ്യൻ്റ് ആണ്. ഇവിടെ നമുക്ക് എല്ലാ ഡ്രഗും മൈനർ സർജറി, സ്പെസിഫിക് സർജറികളൊക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സൂപ്പർഫിഷ്യൽ സർജറി, ഡ്രസ്സിങ് ഒക്കെ ചെയ്തിട്ട് ജനറൽ ചെക്കപ്പ് ഒക്കെ ചെയ്തിട്ട് നോർമൽ ഡ്രഗ് കിട്ടുന്നൊരു ഏരിയ ആണ് ജനറൽ ഔട്ട് പേഷ്യൻറ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ കേട്ടോ. സോ ബേസിക്കലി ഇത്രയുമാണ് തിരിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ് എമർജൻസി ഔട്ട് പേഷ്യൻ്റ് ഞാൻ പറഞ്ഞ പോലെ 24 hours കൊടുക്കുന്നത്, ആൻഡ് റെഫേർഡ് ഔട്ട് പേഷ്യൻ്റ് റെഫറൻസ് വേണം, സ്പെഷ്യൽ ഔട്ട് പേഷ്യൻ്റ് സോ ഇവിടെ എന്ന് വെച്ചാൽ ചെക്കപ്പുകൾ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വരുന്ന ആൾക്കാർക്കാണ്. പിന്നെ അതുമാത്രമല്ല സ്പെഷ്യൽ ഔട്ട് പേഷ്യൻറ്റിൽ ഇപ്പോൾ എല്ലാ ഡ്രഗ് കിട്ടണമെന്നില്ല. സൈക്കോട്രോപിക് ഡ്രഗുകൾ അല്ലെങ്കിൽ ഇപ്പോൾ നമുക്കെല്ലാം കമ്മ്യൂണിക്കബിൾ ഡിസീസ് മാത്രമേ ഉള്ളത്, നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് മാത്രമല്ല അങ്ങനെയും കൊടുക്കലുണ്ട്. ആൻഡ് ജനറൽ ഔട്ട് പേഷ്യൻറ്റ് കോമൺ ആണ് കേട്ടോ. So outpatient decides the image of hospital as per service received by us is essential to look in the following aspect while designing the hospital case service. So നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു ഔട്ട് പേഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു OP എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഹോസ്പിറ്റൽ ഇമേജ് ആണ് അല്ലേ. അതായത് എങ്ങനെ ഒരു ഡ്രഗ് കൊടുക്കുന്നു, ഏത് രീതിയിൽ പേഷ്യൻ്റ് ട്രീറ്റ് ചെയ്യുന്നു വെച്ചാൽ ഇമ്പോർട്ടൻ്റ് ആണ്. സോ സെപ്പറേറ്റ് വെയിറ്റിംഗ് റൂം ഉണ്ടായിരിക്കണം, സഫീഷ്യൻറ്റ് വിൻഡോസ് ഉണ്ടായിരിക്കണം, ആഡ്വക്കേറ്റ് ലൈറ്റ് വെന്റിലേഷൻ ഉണ്ടായിരിക്കണം, പ്രോപ്പർ ഡിസ്പെൻസ് ചെയ്യാൻ പറ്റണം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ആസ്പെക്ട്സുകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. സോ നെക്സ്റ്റ് ഇസ് റുട്ടീൻ ഡിസ്പെൻസിങ് ഓഫ് ഔട്ട് പേഷ്യൻറ്റ്. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, അത് പേഷ്യൻസിന് പ്രോപ്പറായിട്ട് റാഷണൽ ഡ്രഗ് കൊടുക്കാനായിട്ട് നമുക്ക് പറ്റണം. സോ റുട്ടീൻ ആയിട്ടുള്ള ഒരു ഡിസ്പെൻസേഷൻ അവിടെ നടക്കണം. സോ പേഷ്യൻറ്റ് ടേക്ക് റിട്ടൺ പ്രിസ്ക്രിപ്ഷൻ ബൈ ദ ഫിസിഷ്യൻ വിച്ച് ഇസ് ഗിവൺ ടു ദ ഫാർമസിസ്റ്റ് വേർ ഇസ് ഡിസ്പെൻസ്. ഫാർമസിസ്റ്റ് ഗ്യാരണ്ടി ദ പേഷ്യൻറ്റ് ഗെറ്റ് റിജിഡ് മെഡിക്കേഷൻ. ഫാർമസിസ്റ്റ് ഗീവ് ഇൻസ്ട്രക്ഷൻ ദ പേഷ്യൻറ്റ് അബൌട്ട് ദ ഡിസ്പെൻസ് മെഡിസിൻ, ലേബൽ ഓഫ് മെഡിസിൻ, മാനുഫാക്ചറിംഗ് ഓഫ് പേയ്മെൻറ്റ് ബൈ ഫാർമസിസ്റ്റ്, ഫൈനലി പേയ്മെൻറ്റ് ബൈ മെഡിസിൻ. ഇനി നമ്മുടെ എല്ലാ ഫാർമസി നടക്കുന്ന റുട്ടീൻ ഒരു ഡിസ്പെൻസേഷൻ മെത്തേഡാണ്. ഡോക്ടർ മരുന്ന് എഴുതുന്നു, ആ ഒരു ചീട്ടും കൊണ്ട് അവിടെ പോകുന്നു, ഫാർമസി പോകുന്നു, ഫാർമസിസ്റ്റ് മരുന്ന് കൊടുക്കുന്നു, നമ്മുടെ മാനുഫാക്ചറിങ് ഡീറ്റെയിലിംഗ് പ്രകാരമുള്ള എമൗണ്ട് ഉണ്ടാക്കുന്നു, പേഷ്യൻറ്റിന് ഡ്രഗ് കിട്ടുന്നു. ഇതാണ് നോർമൽ നടക്കുന്ന റുട്ടീൻ ഡിസ്പെൻസേഷൻ മെത്തേഡ്. ഇതൊരു ഔട്ട് പേഷ്യൻറ്റ് ആക്ടിവിറ്റി ചാർട്ടാണ്. ദ ഫസ്റ്റ് വൺ ഈസ് പ്രിസ്ക്രിപ്ഷൻ. ഡോക്ടറിൽ നിന്ന് പ്രിസ്ക്രിപ്ഷൻ എഴുതുന്നു, അത് സ്റ്റാഫ് റിസീവ് ചെയ്യുന്നു. സോ സൈഡിൽ പേയ്മെൻറ്റ് സ്റ്റാറ്റിക്കൽ റിപ്പോർട്ട് അടക്കുന്നു. നോർമലി അവിടെ നിന്ന് പ്രിസ്ക്രിപ്ഷൻ റിസീവ് ചെയ്തത് ഫാർമസിസ്റ്റ്, ഡ്രഗ് ഡിസ്പെൻസർ അറ്റ് ഡിസ്പെൻസിങ് ബൂത്ത്, ഡിസ്പെൻസിങ് ടു ദ പേഷ്യൻറ്റ്. സോ അതിന് മുന്നേ സെലക്ഷൻ ലേബലിംഗ്. സോ ഈ സെലക്ഷൻ ലേബലിംഗ് എന്ന് പറയുന്ന പരിപാടി നമ്മളിപ്പം ചെയ്യാറില്ല അല്ലേ, കാര്യം സെലക്ഷൻ ഉണ്ട്, ലേബലിംഗ് ചെയ്യാറില്ല. സോ നോർമലി ചില ഹോസ്പിറ്റലിൽ സ്വന്തമായിട്ട് ചില ഡ്രഗുകൾ ഉണ്ടാക്കലുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് സെലക്ഷൻ ലേബലിംഗ് അത്യാവശ്യമാണ്. ഇല്ലാത്തതാണെങ്കിൽ എൻ്റെ ആവശ്യമില്ല, ഡയറക്റ്റ്ലി ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാം. സോ റെസിപ്റ്റ് ഓഫ് പേയ്മെൻറ്റ് സ്റ്റാറ്റിക്കൽ റിപ്പോർട്ട് വേണമെങ്കിൽ നമുക്ക് ലാസ്റ്റ് വെക്കാറുണ്ട് കേട്ടോ, ആദ്യം തന്നെ വേണം എന്നില്ല. സോ മോഡിഫിക്കേഷൻ വരും, ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ PTC, അതനുസരിച്ചിട്ടും പിന്നെ അവിടുത്തെ ഫാർമസിയുടെ തീരുമാനമാണ് കേട്ടോ. സോ നമ്മൾ ഓൾറെഡി സാറ്റലൈറ്റ് ഫാർമസി സർവീസുകൾ മെൻഷൻ ചെയ്തു. എന്നാൽ എന്താണ് സാറ്റലൈറ്റ് ഫാർമസി നമ്മൾ അധികം പറഞ്ഞില്ല അല്ലേ. മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസിൽ ഏറ്റവും കൂടുതൽ കാണുന്നൊരു ടൈപ്പാണ് സാറ്റലൈറ്റ് ഫാർമസി എന്ന് പറഞ്ഞാൽ. കാര്യം അവർക്ക് അങ്ങനെ ചെയ്യുമ്പോൾ ഒരുപാട് രീതിയിൽ പേഷ്യൻറ്റിന് ഡ്രഗ് എത്തിക്കാൻ എളുപ്പമാണ്. അല്ലെങ്കിൽ ഇപ്പോൾ എക്സാമ്പിൾ എല്ലാം കൂടെ ക്ലബ് ചെയ്യാണ്ട് ഇപ്പം സൈക്കോട്രോപ്പിക്കിന് സെപ്പറേറ്റ് അല്ലെങ്കിൽ സ്പെഷ്യൽ കെയറിന് സെപ്പറേറ്റ് അങ്ങനെ വേണമെങ്കിലും അവിടെ സാറ്റലൈറ്റ് ഫാർമസിയിൽ നമുക്ക് ചെയ്യാം എന്നുള്ളതാണ്. സാറ്റലൈറ്റ് ഫാർമസി
ഫാർമസി ഈ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ് കൂടുതലും കാണുള്ളത്. അതിന് കാരണം എന്താ വെച്ചാൽ ഒരൊറ്റ ബിൽഡിംഗ് ആയിരിക്കില്ല അവർക്ക് ഉണ്ടാവുക, ഒരുപാട് ബിൽഡിംഗ് ഉണ്ട്. അപ്പോൾ അവിടെ ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുക, അത് ഈക്വലി എന്ത് ചെയ്യുക, ഒരേപോലെ ഫാർമസികൾ അവിടെ കൊണ്ടുവരുമ്പോൾ അവർക്ക് റാഷണലായിട്ട് നമുക്ക് ഡ്രഗുകൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പേഷ്യൻസിന് ഡിസ്പെൻസ് ചെയ്യാൻ പറ്റും എന്നൊരു അഡ്വാൻറ്റേജ് നമുക്ക് ഈ സാരൽ ഫാർമസിയിലുണ്ട്. ഇനി അവിടെ ഒരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട്, രാവിലെയും വൈകുന്നേരവും ഒക്കെ ഈക്വലായിട്ട് ഇൻവെന്ററി അവിടെ മാനേജ് ചെയ്യണം. അതായത് ഡ്രഗുകൾ അവൈലബിൾ ആക്കി അവിടെ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ പേഷ്യൻ്റ് എപ്പോൾ വന്നാലും ഡ്രഗ് കൊടുക്കാൻ നമുക്ക് അവൈലബിൾ ആയിരിക്കണം. ഇനി അതുമാത്രമാണോ, നമുക്ക് സ്റ്റോക്ക് എപ്പോഴും കീപ്പ് ചെയ്ത് വെക്കണം. അതൊരു ഫിനാൻഷ്യലി ഒരു പ്രശ്നം തന്നെയാണ് ഈ ഹോസ്പിറ്റൽസിന് അല്ലേ. കാര്യം വെച്ചാൽ എല്ലാ ഫാർമസികളിലും ചിലപ്പം ഒരേപോലെ ഡ്രഗുകൾ കീപ്പ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഒരുപാട് സ്റ്റോക്കുകൾ വേണ്ടി വന്നേക്കും. അപ്പോൾ അതുകൊണ്ട് ഒരു കോർ ഫാർമസിയിലുള്ള ഡ്രഗ് അവൈലബിലിറ്റി തന്നെ ആയിരിക്കും എന്തായിരിക്കുക, ഒരു സാരൽ ഫാർമസിയിലും ഉണ്ടായിരിക്കാം. ഇനി അഡ്വാൻറ്റേജ് പറയുവാണെങ്കിൽ എഫിഷ്യൻ്റ് ഡ്രഗ് കൊടുക്കാൻ പറ്റും, ടൈം മാനേജ്മെൻറ്റ്, എറർ കുറവായിരിക്കും. ഇനി ഡിസഡ്വാൻറ്റേജ് ആണെങ്കിലോ ഫിനാൻഷ്യലി ഭയങ്കര ഡൗൺ ആയിരിക്കും. കാര്യം എന്താണ്, നമുക്ക് എപ്പോഴും ഡ്രഗുകൾ ഇങ്ങനെ വാങ്ങിക്കൊണ്ടേയിരിക്കണം, ഒരേപോലെ എല്ലാവരും മെയിൻറ്റെയിൻ ചെയ്യണം. സോ ഫിനാൻഷ്യലി ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുവാണെങ്കിൽ അത്ര മേ ബി സ്റ്റേബിൾ ആകണം എന്നില്ല. ഇനി അത് മാത്രമല്ല മാൻ പവർ ഒരുപാട് ആവശ്യമുണ്ട്, ഇത് ട്രാൻസ്പോർട്ടേഷന് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്നത്, അങ്ങനെ ഒരുപാട് നമുക്ക് ആൾക്കാർ ആവശ്യമാണ് അല്ലേ സാരൽ ഫാർമസിയിൽ. ഇനി നെക്സ്റ്റ് പറയാൻ പോകുന്നത് ഡിസ്പെൻസിങ് ഓഫ് കൺട്രോൾഡ് ഡ്രഗ്സ് ആണ്. അതായത് ചില ഡ്രഗ്സുകൾ നമുക്ക് പേഷ്യൻറ്റിന് കൊടുക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് കൺട്രോൾ വെക്കാറുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ സൈക്കോട്രോപിക് ഡ്രഗുകൾ, നാർക്കോട്ടിക് ഡ്രഗ് ഒക്കെ ആണെങ്കിൽ നമ്മുടെ നിയമം പറയുന്നത് പോലെ കുറച്ച് കൺട്രോളുകൾ നമുക്ക് വെക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ പറയുന്ന കുറച്ച് ഡ്രഗുകളെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ ഷെഡ്യൂൾ 1, 2, 3 എന്ന് പറഞ്ഞ് പഠിക്കുന്നുണ്ട്. സോ ഷെഡ്യൂൾ 1 ഡ്രഗ് എന്ന് വെച്ചാൽ ഹൈലി പൊട്ടൻഷ്യൽ ഫോർ അബ്യൂസ് ആൻഡ് നോ ആക്സെപ്റ്റ് മെഡിസിൻ ഫോർ ട്രീറ്റ്മെൻറ്റ്. സോ ഇത് അബ്യൂസാണ് ഉണ്ടാവുക കൂടുതൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ. നമുക്ക് ട്രീറ്റ്മെൻറ്റ്, മെഡിസിനൽ ട്രീറ്റ്മെൻറ്റ് നമ്മളധികം ഉപയോഗിക്കാറില്ല. എക്സാമ്പിൾ മരീജുവാന, റോ ഒപ്പിയോ ഒക്കെയാണ് കേട്ടോ എക്സാമ്പിൾ വരുന്നത്. സോ നെക്സ്റ്റ് ഷെഡ്യൂൾ 2 ആണ്. അത് ലെസ് കമ്പയർ ടു എബോവ് പൊട്ടൻഷ്യൽ അബ്യൂസ്. അത്ര അബ്യൂസ് വരില്ല 1നെ വെച്ച് കമ്പയർ ചെയ്യുമ്പം. എന്നാൽ മെഡിസിനൽ ട്രീറ്റ്മെൻറ്റ് ഉപയോഗിക്കുന്നുണ്ട്, എന്നാൽ അധികം ഫിസിക്കൽ ഡിപ്പെൻഡൻസ് ഉണ്ടാവുന്നില്ല. എന്നാൽ സൈക്കോളജിക്കൽ ഡിപ്പെൻസ് അധികം ഉണ്ടാവില്ല. 1നെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് കുറവായിരിക്കും. എക്സാമ്പിൾ ബെൻസോഡാസെപ്പീൻസ്, പെയിൻ കില്ലേഴ്സ്, ഫീനോബാർബിറ്റോൺ, കൊഡീൻ, സ്റ്റിറോയിഡ്സ് ആണ് എക്സാമ്പിൾ. ആൻഡ് നെക്സ്റ്റ് ഷെഡ്യൂൾ 3 ആണ്. ഇത് നമുക്ക് 1നെയും 2നെയും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മെഡിസിനൽ ട്രീറ്റ്മെൻറ്റിന് കൂടുതൽ ഉപയോഗിക്കാൻ പറ്റും, എന്നാൽ ഡിപ്പെൻഡൻസ് ഒന്നും അധികം ഉണ്ടാവില്ല. ബെൻസോഡാസെപ്പീൻസ്, പെയിൻ കില്ലർ, ലോ സ്ട്രെങ്ത് കൊഡീൻ, സ്റ്റിറോയിഡ്സ് ഒക്കെയാണ് എക്സാമ്പിൾ വരുന്നത്. ഇത് ഷെഡ്യൂൾ ഇമ്പോർട്ടൻ്റ് ആണ്. പല ടെക്സ്റ്റ് ബുക്കുകളിലും ഇതിനെപ്പറ്റി മെൻഷൻഡ് അല്ല. കാര്യം നമുക്ക് കൺട്രോൾ ഡ്രഗ് ഡിസ്പെൻസ് ചെയ്യുന്നത് ഏത് രീതിയിലായിരിക്കണം, എങ്ങനെയായിരിക്കണം എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. കൂടുതൽ നമുക്ക് വരുന്ന നാർക്കോട്ടിക്സ്, അനസ്തെറ്റിക്സ്, സ്റ്റിറോയിഡ്സുകൾ, ഒപ്പിയോയിഡ്സ് അങ്ങനെയുള്ള ഡ്രഗ്സുകളൊക്കെയാണ് കൂടുതലും ഈ കൺട്രോൾഡ് കാറ്റഗറി വരുന്നത് കേട്ടോ. സോ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. സോ അതുമാത്രമല്ല, ഈ കൺട്രോൾഡ് കാറ്റഗറിയിൽ ഫിസീഷ്യൻ എപ്പോഴും ഒരു നിയന്ത്രണം ഉണ്ടാകും. അങ്ങനെ ഫിസീഷ്യന് എപ്പോഴും അങ്ങനെ ലോങ് ഡ്യൂറേഷൻ, അതായത് 1 മാസം 2 മാസം കൊടുക്കില്ല. അത് 24 hours അത് എന്ത് ചെയ്യണം, ചേഞ്ച് ചെയ്യണം. ഇൻ പേഷ്യൻസിനായാലും ഔട്ട് പേഷ്യൻസിനായാലും ചേഞ്ച് ചെയ്യണം. അല്ലെങ്കിൽ നമ്മളൊരു ടൈം വെക്കും, ഇത്ര ടൈമിനുള്ളിൽ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ എന്നും പറഞ്ഞ് നമ്മളൊരു ടൈം നോർമലി ഇത് ഡിസ്പെൻസ് ചെയ്യുമ്പോൾ വെക്കാറുണ്ട്. അതിനേക്കാൾ മോറോവർ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ ഡോക്ടർ ഇല്ല, അല്ലെങ്കിൽ ഡോക്ടർ വേറെ തിരക്കിലാണ്, പ്രിസ്ക്രിപ്ഷൻ എഴുതാൻ പറ്റിയില്ല എന്നൊരു കാറ്റഗറി വരുവാണെന്നുണ്ടെങ്കിൽ ഡോക്ടർ വിത്തിൻ 24 hours ആ പ്രിസ്ക്രിപ്ഷൻ എഴുതിയിരിക്കണമെന്ന് പല ടെക്സ്റ്റ് ബുക്കുകളിലും പറയുന്നുണ്ട് കേട്ടോ. ഇനി ഹോസ്പിറ്റൽ കൺട്രോൾ പ്രൊസീജിയറാണ്. സോ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു ഫാർമസിയിൽ ആരാ വേണ്ടേ, ഒരു ഫാർമസിസ്റ്റ് വേണം. ഫാർമസിസ്റ്റ് ചീഫ് ആയിരിക്കണം അല്ലേ. സോ നോർമലി പർച്ചേസിങ്, സ്റ്റോറേജ്, അക്കൗണ്ടബിലിറ്റി, അല്ലെങ്കിൽ ഡ്രഗ് ഡിസ്പെൻസേഷൻ, ഈ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട ഫാർമസിസ്റ്റ് ആണ്. ഇനി ഹെഡ് നേഴ്സ് ആണെങ്കിലോ നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാ വാർഡുകളിലും അവിടുത്തെ ഹെഡ് നേഴ്സാണ് ഈ ഡ്രഗിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അവർ പ്രോപ്പറായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഉണ്ടായിരിക്കണം. ഇനി അഡ്മിനിസ്ട്രേഷൻ ഹെഡാണ്. സോ ബേസിക്കലി കൺട്രോൾ ചെയ്യുന്നതും ബാക്കി അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അഡ്മിനിസ്ട്രേഷൻ ഹെഡായിരിക്കണം. ഇനി നെക്സ്റ്റ് പറയാൻ പോകുന്ന പോളിസീസ് ആണ് കേട്ടോ. പോളിസീസ് ആൻഡ് പ്രൊക്യൂർമെൻറ്റ് ഫോർ ഓർഡറിങ് ഓഫ് കൺട്രോൾഡ് സബ്സ്റ്റൻസ്. കൺട്രോൾഡ് സബ്സ്റ്റൻസ് ഓർഡർ ചെയ്യേണ്ടത് എങ്ങനെയാണ്, അതിൻ്റെ പ്രൊക്യൂർമെൻറ്റ് എങ്ങനെ, പോളിസീസ് എങ്ങനെയാണ്. ദ ഫസ്റ്റ് വൺ ഈസ് പ്രിപ്പറേഷൻ ഓഫ് ഓർഡർ. നമ്മളെല്ലാവർക്കും ഏതൊരു സാധനം ചെയ്യണമെങ്കിൽ അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഒന്നെങ്കിൽ എന്ത് ചെയ്യാം, ഒരു ഓർഡർ പ്രിപ്പയർ ചെയ്യണം. ഓർഡർ ഓഫ് ദ കൺട്രോൾ സിസ്റ്റം ഷുഡ് ബി മെയ്ഡ് ബൈ യൂസിങ് ഇങ്ക് ഓർ ഇൻക്രെഡിബിൾ പെൻസിൽ ടൈപ്പിംഗ് ആൻഡ് ഡ്യൂലി സൈൻ ബൈ ദ റെസ്പെക്റ്റീവ് ഡോക്ടർ.
നമ്മൾ എന്താ ചെയ്യേണ്ടത്, ആദ്യം ഓർഡർ ഉണ്ടാക്കണം. അത് റെസ്പെക്റ്റീവ് ഡോക്ടർ ആയിരിക്കണം ചെയ്യേണ്ടത്. ഒന്നെങ്കിൽ എന്തായിരിക്കണം, ഇങ്ക് പെന്നോ പെൻസിലോ അല്ലെങ്കിൽ അവർ സൈൻ ചെയ്യും വേണം കേട്ടോ. ഡോക്ടർ ഓർഡർ ഫോർ അഡ്മിനിസ്ട്രേഷൻ ഓഫ് കൺട്രോൾ ഡ്രഗ്. Order of the controlled substance of ward stock must on physician order sheet or patient chart. If the controlled substance for the ward stock must be written on physician order sheet or patient chart if the controlled substance are not in ward stock. So basically നമ്മൾ ഈ ഡ്രഗ് ഡോക്ടർ എഴുതി കഴിയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ വാർഡുകൾ അവൈലബിൾ ആക്കുവാണ് ചെയ്യുക ഡ്രഗ്. സോ ഡ്രഗ് എപ്പോഴാണോ ആ ഓർഡർ ഷീറ്റിൽ എഴുതുന്നത് അപ്പോഴും മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഈ ഡ്രഗ് അവിടെ അവൈലബിൾ ആക്കാറുള്ളൂ. ഇനി അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ പുറത്താണല്ലോ മേടിക്കേണ്ടത് അല്ലേ. സോ വൺ ഈസ് PRN ഓർഡർ അല്ലെങ്കിൽ പ്രോ റേ നെറ്റ ഓർഡർ എന്നാ പറയുക. സോ ബേസിക്കലി ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എമർജൻസി കേസിൽ മാത്രമാണ് ചെയ്യാറുള്ളത്. അധികം ഇത് എൻകറേജ് ചെയ്യാറില്ല. കാരണം എന്ന് വെച്ചാൽ ചില ഡോക്ടേഴ്സിന് നമുക്ക് ഇപ്പോൾ വേർബലി മാത്രമേ പറയാൻ പറ്റുള്ളൂ. നമ്മൾ വേർബൽ ഓർഡേഴ്സ് എന്ന് പറയും. അവർക്ക് എഴുതി കൊടുക്കാൻ സമയം കിട്ടിയെന്ന് വരില്ല. എന്നാൽ തന്നെയും അവിടെ നേഴ്സ് എന്ത് ചെയ്യണം, വിത്തിൻ 24 hours ഡോക്ടറുടെ സൈൻ വാങ്ങിച്ച് അത് റെക്കോർഡ് ചെയ്യുകയും വേണം. അങ്ങനൊരു ക്രൈറ്റീരിയ കൂടെ പറയുന്നുണ്ട്. സോ എന്താണ് പ്രീ രേ നാറ്റ ഓർഡർ അല്ലെങ്കിൽ PRN ഓർഡർ, അത് മറന്നു പോകരുത്. സോ കൺട്രോൾ സബ്സ്റ്റൻസ് എപ്പോഴും ഒരു ഡോക്ടറിന്റെ ഓർഡറിൽ മാത്രമേ ചെയ്യുള്ളൂ. അതായത് ഫാർമസികൾ നമ്മൾ മീൻസ് നഴ്സിംഗ് സ്റ്റേഷനിൽ ഇൻ പേഷ്യൻസ് ആണെങ്കിൽ നഴ്സിംഗ് സ്റ്റേഷനിൽ നമ്മൾ എന്താ ചെയ്യുക, ഈ ഓർഡർ അനുസരിച്ചിട്ടാണ് നമ്മൾ ഡ്രഗ് കീപ്പ് ചെയ്യുക എന്നുള്ളതും കൂടെ ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇത്രയും മാത്രമേ അത് മനസ്സിലാക്കാനുള്ളൂ. ഇനി ഓർഡറിങ് ഫോർ നോൺ വാർഡ് സ്റ്റോക്ക് കൺട്രോൾ ഡ്രഗ് ഫോർ ഫാർമസി. ഇനി നോൺ വാർഡ് സ്റ്റോക്ക് കൺട്രോൾഡ് ആണെന്നുണ്ടെങ്കിൽ ഓർഡറിങ് ഓഫ് ദ കൺട്രോൾ സബ്സ്റ്റൻസ് ഫോർ നോൺ വാർഡ് സ്റ്റോക്ക് ഡൺ ബൈ ഡോക്ടർ സൈൻ ആൻഡ് ഇഫ് മോർ സബ്സ്റ്റൻസ് ആർ അഗെയിൻ നീഡഡ് ദെൻ ഡോക്ടർ മേ സൈൻ അഗെയിൻ. അതായത് ഡോക്ടറിന്റെ ഓർഡർ അനുസരിച്ചിട്ടായിരിക്കും അവിടെ നമ്മൾ വീണ്ടും പർച്ചേസ് ചെയ്യുന്നത്. കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ചെയ്യുക. ഇനി ഓർഡറിങ് വാർഡ് സ്റ്റോക്ക് കൺട്രോൾ സബ്സ്റ്റൻസ്. ഇനി വാർഡിൽ ഓർഡറിങ് വാർഡ് സ്റ്റോക്ക് ആണെന്നുണ്ടെങ്കിൽ ഓർഡറിങ് ഓഫ് ദ കൺട്രോൾ സബ്സ്റ്റൻസ് ഫ്രം ഫാർമസി മസ്റ്റ് ബി ടേക്കൺ ഓൺ വാർഡ് സ്റ്റോക്ക് from which is complete by placing a check mark on the opposite name and strength. The order form must be duly signed by the doctor. ഇവിടെയും ഡോക്ടർ തന്നെ സൈൻ ചെയ്യണം. ഇവർക്ക് ആവശ്യമുള്ള മരുന്നുകൾ അനുസരിച്ച് ഫാർമസി എടുക്കും. അവിടെ ചെക്ക് ലിസ്റ്റ് ഉണ്ടായിരിക്കും. എത്ര സ്ട്രെങ്ത് എടുത്തു, എത്ര കൊണ്ടുപോയി, എത്രയാണ് അവർ എടുത്തിട്ടുള്ളത്, ഏത് മരുന്ന് എടുത്തെന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യും. സോ ബേസിക്കലി ഇത് ഓർഡറിങ് നോൺ വാർഡ് സ്റ്റോക്കും ഓർഡറിങ് വാർഡ് സ്റ്റോക്കും തമ്മിൽ വ്യത്യാസം മനസ്സിലാക്കുക. വാർഡ് സ്റ്റോക്ക് ആണെങ്കിൽ വാർഡിലേക്ക് കൊണ്ടുപോകുന്നതാണ്. ഇനി നോൺ വാർഡ് ആണെങ്കിൽ വാർഡ് ആയിരിക്കില്ല, പകരം എന്തായിരിക്കാം, വാർഡ് അല്ലാത്ത, ഇപ്പം എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇപ്പോൾ ഡോക്ടറിൻ്റെ റൂമിലേക്ക് കൊണ്ടുപോവുക, അല്ലെങ്കിൽ ഇപ്പോൾ ചില സ്പെഷ്യൽ കെയറുകൾ കൊടുക്കുന്ന അല്ലെങ്കിൽ ടെമ്പററി കൊടുക്കുക, എമർജൻസിയിലൊക്കെ കൊടുക്കുകയാണെങ്കിലാണ് നോൺ വാർഡ് വരിക കേട്ടോ. വാർഡ് ആണെങ്കിൽ പ്യുവർലി ഡോക്ടറിൻ്റെ സൈൻ വേണം. എന്തൊക്കെ കൊണ്ടുപോയി എന്നുള്ളത് ലേബലും ചെയ്യണം. സോ നെക്സ്റ്റ് ഈസ് പറയുന്നത് പ്രൊക്യൂർമെന്റ് ഡിസ്പെൻസിങ് ഓഫ് കൺട്രോൾ സബ്സ്റ്റൻസ് ഇൻ പേഷ്യൻ്റ് ആണ്. IP യിലാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എന്താണ്, ഡോക്ടറിൻ്റെ ഓർഡർ വേണം. പിന്നെ വാർഡിലേക്ക് അനുസരിച്ച് ഫാർമസിയിലേക്ക് ഓർഡർ പോകുന്നു. നാർക്കോട്ടിക് കൺട്രോൾ ഡ്രഗ് നഴ്സ് സ്റ്റേഷനിലേക്ക് എത്തുന്നു, എന്ത് ചെയ്യുന്നു, പിന്നെ ചാർജ് ചെയ്യുന്നു. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് പറയാൻ പോകുന്നത് OPD അല്ലെങ്കിൽ ഔട്ട് പേഷ്യൻ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ എങ്ങനെയാണെന്നാണ്. സോ ഡ്രഗ് എങ്ങനെയാണ് നമ്മൾ കൊടുക്കേണ്ടതെന്നാണ്. സോ പ്രിസ്ക്രൈബിങ് ഓഫ് കൺട്രോൾ ഡ്രഗ് OPD എങ്ങനെ കൊടുക്കണം. സോ ഡിസ്പെൻസിങ് ഓഫ് ദ കൺട്രോൾ ഡ്രഗ് ഓഫ് ദ ഔട്ട് പേഷ്യൻറ്റ് മസ്റ്റ് ബി മെയ്ഡ് ഇൻ ദ പ്രിസ്ക്രിപ്ഷൻ ഓൺലി ക്ലിയർലി മെൻഷൻ ദ സ്ട്രെങ്ത്, ക്വാണ്ടിറ്റി, ഡ്യൂലി സൈൻ ബൈ ദ ഡോക്ടർ. സോ താഴെ പറയുന്ന കാര്യങ്ങളും ഡോക്ടറുടെ സൈനും ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഡ്രഗ് കൊടുക്കാൻ പാടുള്ളൂ. ഡീറ്റെയിൽസ് ഓഫ് ദ പേഷ്യൻ്റ് ഹോസ്പിറ്റൽ നമ്പർ, എമൗണ്ട് ഓഫ് ഡ്രഗ് ഓർഡേഡ്, സ്ട്രെങ്ത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയും വേണം. അതിൻ്റെ കൂടെ എന്ത് ചെയ്യണം, ഡോക്ടർ സൈനും ചെയ്യണം. എന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഈ ഡ്രഗ് കൊടുക്കാവുള്ളൂ. അപ്പം നിങ്ങളിത് പഠിക്കുമ്പോൾ ഔട്ട് പേഷ്യൻ്റ് എങ്ങനെ, ഇൻ പേഷ്യൻ്റ് എങ്ങനെയാണെന്ന് പഠിക്കുക. കൺഫ്യൂസ്ഡ് ആയി പോകരുത് കേട്ടോ. സോ ഡിസ്പെൻസിങ് ഓഫ് കൺട്രോൾ ഡ്രഗ് ഫോർ ഹൗസ് യൂസ് വെൻ ഫാർമസി ഈസ് ക്ലോസ്ഡ്. ഇപ്പോൾ ഫാർമസി ക്ലോസ് ആയി എന്നാൽ ഡ്രഗ് അവിടെ കൊടുക്കുകയും വേണം. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും എന്നാണ്. വെൻ ദ പേഷ്യൻ്റ് ആർ ഡിസ്ചാർജ് ഫ്രം ഹോസ്പിറ്റൽ ഓർ എമർജൻസി വാർഡ് അറ്റ് ദ ടൈം ഓഫ് ക്ലോസിങ് ഓഫ് ഫാർമസി. ഇപ്പോൾ പേഷ്യൻ്റ് എമർജൻസി വാർഡിലാണ്, ഇല്ലെങ്കിൽ പേഷ്യൻ്റ് ഡിസ്ചാർജ് ആയി പക്ഷേ ഹോസ്പിറ്റൽ ഫാർമസി അടച്ചു. Occasionally such patient require drug for use at home, and such case dispensing of drug can be done only on prescription, which must be signed by staff who is a registered medical practitioner and also authorized to prescribe controlled substance for this purpose. അങ്ങനൊരു രീതി വരികയാണെങ്കിൽ രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ അല്ലെങ്കിൽ ഡോക്ടറിന് കൊടുക്കാം, പക്ഷെ അവർ സൈൻ ചെയ്തിരിക്കണം കേട്ടോ. ഏത് ഡ്രഗാണ് കൊടുത്തത്, എന്താ കൊടുത്തെന്നുള്ളത് അവർ സൈൻ ചെയ്തിരിക്കണം. എന്നാൽ മാത്രമേ ഈ കൺട്രോൾ ഡ്രഗ് ഇൻ കേസ് ഫാർമസി അടച്ചാൽ മാത്രം കൊടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. സോ നെക്സ്റ്റ് വൺ ഈസ് ഓവർ ദ കൗണ്ടർ അല്ലെങ്കിൽ
OTC ഡ്രഗാണ്. സോ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരുപാട് ഓവർ ദ കൗണ്ടർ ഡ്രഗ്സുകളുണ്ട്. സോ ഇത് നമുക്കുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യമല്ല, ഒരു എക്സ്റ്റേണൽ റെഫറൻസ് ആണ്. പഠിക്കാൻ പറ്റുവാണെങ്കിൽ മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. സോ ചില സമയങ്ങളിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ വേദന, പെയിൻ കില്ലേഴ്സും ഒക്കെ നമുക്ക് മേ ബി OTC എടുക്കേണ്ടി വരും. സോ ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഓവർ ദ കൗണ്ടർ ഡ്രഗ് അവൈലബിൾ വിത്തൗട്ട് പ്രിസ്ക്രിപ്ഷൻ ഫ്രം ഫിസീഷ്യൻ. അത് ശരിയാണ്, എല്ലാവർക്കും അറിയാം അല്ലേ. സോ മൈനർ ഡിസീസുകൾ, പെയിനുകൾ അതൊക്കെയാണ് കൊടുക്കുക അല്ലേ. പേഷ്യൻറ്റ് മേക്ക് ദെയർ ഓൺ ചോയ്സ് ഓഫ് ഡ്രഗ് ബ്രാൻഡ് ഓൺ പെർട്ടിക്കുലർ കോമൺ മൈൽഡ് ഡിസീസ്. അവരാണ് തീരുമാനിക്കുക ഏത് ഡ്രഗ് ഉപയോഗിക്കേണ്ടത്, ഏത് ബ്രാൻഡ് ഉപയോഗിക്കണമെന്ന് പേഷ്യൻറ്റ് തീരുമാനിക്കാം. അവിടെ ഡോക്ടർ ഒന്നൊരു കൺസിഡറേഷൻ ഇല്ല. സംടൈം ഫിസിഷ്യൻ ഓൾസോ പ്രിസ്ക്രൈബ് OTC ഡ്രഗ് ഫോർ മൈനർ എയിൻമെന്റ്. ചില സമയത്ത് എന്താണ് ഡോക്ടേഴ്സ് എഴുതാറുണ്ട്, ഇപ്പോഴും ഡോക്ടർ അസക്ലോഫെനാക്ക് ഒക്കെ എഴുതാറില്ലേ, അല്ലെങ്കിൽ പാരസ്റ്റമോളൊക്കെ എഴുതി കൊടുക്കാറില്ലേ. സോ അതേപോലെ ഓവർ ദ കൗണ്ടർ ഡ്രഗ് OTC ഡ്രഗ് ഈസ് ലൂസ്ലി ആൻഡ് ലീഗലി അൺഡിഫൈൻഡ് ടേം. സോ നമുക്ക് ലീഗലി പ്രശ്നമില്ല OTC ഡ്രഗ് എടുക്കുന്നതിൽ, വേറെ ബുദ്ധിമുട്ടില്ല. ഇറ്റ് ഡസ് നോട്ട് ഫൈൻഡ് എ മെൻഷൻ ഇൻ ദ ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക് ആക്ട് 1940 ഓർ ദ ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക് റൂൾ 1945. സോ OTC ഡ്രഗുകൾ നമ്മൾ ഈ ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക് ആക്ടിനകത്ത് വന്നിട്ടില്ല, ഉൾപ്പെടുത്തതാണ്. ആസ് പെർ ദ യുണൈറ്റഡ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ FDA ഡിഫൈൻ OTC drug as the drug that are safe and effective for use in general public without seeking treatment by health professional. സോ ഒരു ഹെൽത്ത് പ്രൊഫഷനിൽ നിന്ന് ട്രീറ്റ്മെൻറ്റ് സീക്ക് ചെയ്യാണ്ട് അല്ലെങ്കിൽ അവർ ഡയഗ്നോസ് ചെയ്യാണ്ട് ജനറൽ പബ്ലിക്കിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഡ്രഗുകളുടെ ലിസ്റ്റിനെയാണ് OTC എന്നാണ് FDA പറയുന്നത്. ആലോചിക്കുക, ഈ 1914 1945 മെൻഷൻ ചെയ്തിട്ടില്ല OTCനെ. FDA പറയുന്നത് ജനറൽ പബ്ലിക്കിന് ഈ ഡ്രഗുകൾ ഉപയോഗിക്കാം എന്നുള്ളതാണ്. മൈനർ ട്രീറ്റ്മെൻറ്റ് ഡ്രഗ് നമുക്കിപ്പം ഡോക്ടറെ കാണണം എന്നില്ല, അല്ലാതെ തന്നെ ജനറൽ പബ്ലിക്കിന് ഡയറക്റ്റ്ലി ഡ്രഗുകൾ വാങ്ങാം എന്നുള്ളതാണ്. സോ ഇപ്പം നിങ്ങൾ കാണുന്നതെന്ന് വെച്ചാൽ എങ്ങനെയായിരിക്കണം ഒരു OTCൻ്റെ ലേബലിംഗ് എന്തൊക്കെ ആയിരിക്കണം എന്നുള്ളതാണ്. ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് മനസ്സിലാക്കി മാത്രം വെച്ചാൽ മതി. ഇത് ഇച്ചിരി പാടുള്ളൊരു ഭാഗമാണ്, പഠിച്ചെടുത്താൽ ഭയങ്കര എളുപ്പമാണ്. ഒരു ക്വസ്റ്റ്യൻ നമുക്കിവിടെ നിന്ന് പ്രതീക്ഷിക്കാൻ പറ്റും, അത്രയും ഇമ്പോർട്ടൻ്റ് കൂടെയാണ് കേട്ടോ. അപ്പം മറക്കരുത്, നന്നായിട്ട് കേൾക്കുക ക്ലാസ്, എന്നിട്ട് വേണം കാര്യമായിട്ട് പഠിക്കേണ്ടത് കേട്ടോ. അപ്പം നെക്സ്റ്റ് വീട്ടിൽ കാണാം. ബൈ.